നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 17/7/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുടങ്ങാതെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നലത്തെ വീഡിയോയിലൂടെ ഒരാൾ കമൻറ്റിലൂടെ നമ്മൾ അറിയിച്ചിരിക്കുന്നു, കർണാടകയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെരുമഴയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെ റബ്ബർ മരത്തിൻ്റെ ഇലയൊക്കെ കൊഴിയാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് നമുക്ക് കർണാടകത്തിൽ നിന്നൊരു കമൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കർണാടകത്തിലും ആൾക്കാർ കാണുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഈ വിവരങ്ങളൊക്കെ അറിയട്ടെ. നമുക്ക് ഒട്ടും സമയങ്ങളാണ് ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ഇന്ന് റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. ഒട്ടുപാൻ്റെ വിലയിലും വർധനവുണ്ട്. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ വൻ ഡിമാൻഡാണ് ഇന്ന് വന്നിരിക്കുന്നത്. വില വലിയ വർധനവാണ്. അപ്പോൾ റബ്ബർ വില വർദ്ധിക്കാനുണ്ടായ പ്രധാന കാരണം റബ്ബർ ഷീറ്റിനുണ്ടായ ക്ഷാമം തന്നെയാണ്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റബ്ബർ വില 310 രൂപ വരെയും എത്തുമെന്നാണ്. പക്ഷേ ഇന്ന് വിദേശ വില കൂടിയിട്ടില്ല. എന്താണ് അവിടെ വില സ്റ്റഡി ആയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വരും ദിവസങ്ങളിൽ വില കൂടുകയാണോ അതോ കുറയുകയാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ വർഷം റബ്ബറിന് വില കൂടിയിട്ട് പോലും ടാപ്പിങ്ങിനായിട്ട് പല തോട്ടങ്ങളും റെഡി ആയിട്ടില്ല. അപ്പോൾ ഉൽപ്പാദനത്തിൽ വന്ന കുറവാണ് റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യാൻ കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. ഈ ഉൽപ്പാദനം കുറയാനുണ്ടായ പ്രധാന കാരണം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മഴ തന്നെയാണ്. ജൂലൈ മാസം പെയ്ത മഴ മൂലം റബ്ബറിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി. ജനുവരി വരെയും ഇല ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ വളരെയേറെ നഷ്ടത്തിലൂടെയാണ് കർഷകർ മുന്നോട്ട് പോയത്. ആയതിനാൽ ഈ വർഷം ടാപ്പിങ്ങിനായിട്ട് കർഷകർ മടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ ഇത്രയും വില കൂടിയത് കണ്ടാണ് ഇപ്പോൾ ടാപ്പിങ്ങിനായിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം, അതിനുശേഷം കർണാടകത്തിലെ വില, പിന്നെ അതിനുശേഷം വിദേശ വില. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 282 രൂപ, RSS-5 278 രൂപ, ISNA 20ക്ക് 243 രൂപ, ലാറ്റക്സ് 60% 184 രൂപ 90 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 282 രൂപ, RSS-5 278 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 270 രൂപ, ലോട്ടിന് 244 രൂപ മുതൽ 249 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 178 രൂപ, 60% DRC ഒട്ടുപാലിന് 133 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 260 രൂപ, ഫാക്ടറി വില 270 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 13,000 രൂപ, 30% DRC ഉള്ളതിന് 15,600 രൂപ, 35% DRC ഉള്ളതിന് 18,200 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 274 രൂപ, RSS-5 270 രൂപ, ISS 241 രൂപ 50 പൈസ മുതൽ 242 രൂപ വരെയും. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 159 രൂപ മുതൽ 172 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS-4നും 5നും ISNA 20ക്കും 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സ് 60% 2 രൂപ 10 പൈസ വർദ്ധിച്ചു. റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS-4നും 5നും 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS-3ക്ക് 1 കിലോയ്ക്ക് 276 രൂപ 50 പൈസ, RSS-4ന് 276 രൂപ, 5ന് 271 രൂപ, ലോട്ടിന് 241 രൂപ, ഒട്ടുപാൽ 171 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 294 രൂപ 64 പൈസ, RSS-2ന് 292 രൂപ 92 പൈസ, RSS-3ക്ക് 291 രൂപ 34 പൈസ, RSS-4ന് 290 രൂപ 48 പൈസ, RSS-5ന് 290 രൂപ 5 പൈസ. ഇന്നത്തെ കർണാടകത്തിലെ വില നോക്കി കഴിഞ്ഞാൽ RSS-3ക്കും 4നും 5നും ലോട്ടിനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് വിദേശത്ത് വിലയിൽ വർധനവില്ല. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 45 രൂപ മുതൽ 52 രൂപ വരെയും, വെളിച്ചെണ്ണ തയ്യാർ 230 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 235 രൂപ, കൊപ്ര എടുത്തപടി 142 രൂപ, അടയ്ക്ക പുതിയതിന് 1 കിലോയ്ക്ക് 360 രൂപ, അടയ്ക്ക പഴയതിന് 1 കിലോയ്ക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 360 രൂപ, ജാതിപത്രി ചുവപ്പ് 1550 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 400 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2200 രൂപ മുതൽ 2300 രൂപ വരെയും, ഗ്രാമ്പു 800 രൂപ, നാടൻ 925 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 570 രൂപ മുതൽ 620 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 36 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺകാർബിൾ 1 കിലോയ്ക്ക് 699 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 689 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 719 രൂപ. അപ്പോൾ കുരുമുളകിന് കിൻഡലിന് 100 രൂപ വർദ്ധിച്ചിട്ടുണ്ട്.
ചുക്ക് ബെസ്റ്റ് 325 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 36 രൂപ, പച്ച 34 രൂപ, പഴം 32 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 38,500 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,700 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 6,500 രൂപ, ഏലം ഉണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെയും, നെല്ല് കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 2,700 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ മുതൽ 275 രൂപ വരെ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതിത്തൊണ്ടൻ 300 രൂപ, ജാതിപ്പരിപ്പ് 650 രൂപ, കച്ചോലം 550 രൂപ, ജാതിപത്രി 1,600 രൂപ മുതൽ 2,000 രൂപ വരെയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 48 രൂപ മുതൽ 50 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തടാ മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.